വയനാട് ഉരുൾപൊട്ടൽ പഠിക്കാൻ കേന്ദ്ര സംഘം എത്തുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സംഘം എത്തുന്നത്. 9 മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ചേർന്നതാണ് സംഘം. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, വിവിധ പഠനങ്ങൾ നടന്നതും അത് പെട്ടിയിലിരിക്കുന്നതും പരിശോധിക്കപ്പെടാതിരിക്കുന്നതും നടപടികൾ എടുക്കാതിരിക്കുന്നതുമൊക്കെ സംസ്ഥാനത്ത് നമ്മൾ ഈ ഒരു ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശോധിച്ചപ്പോൾ കണ്ടതാണ്. കേന്ദ്ര സംഘം എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ പഠന രീതി? എന്താണ് അവർ ഈ ദുരന്തമുഖത്ത് നമുക്ക് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത്? എത്ര സംഘങ്ങൾ? എങ്ങനെയാണ് അതിൻ്റെ രീതി? തീർച്ചയായും വീണ, ഏറെ പ്രതീക്ഷയുണർത്തുന്ന ഒരു വാർത്തയാണത്. അതായത് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിയെ അയക്കുന്നു. അതായത് വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയെ അയക്കുന്നു. ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി, അതായത് വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് അയക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം, ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വളരെ അനുകൂലമായും അല്ലെങ്കിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ ഇവിടെ പണം മുടക്കാനുള്ളൊരു സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ ഈ പുനർനിർമ്മാണത്തിനെല്ലാം പണം മുടക്കാനുള്ളൊരു സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കാം, അല്ലാതെയായിരിക്കാം. എന്തായാലും വൻതോതിലൊരു പിന്തുണ വയനാടിന് ലഭിക്കാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതാണ് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായൊരു കാര്യമായി ഈ വാർത്തയോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് 9 വിവിധ മന്ത്രാലയങ്ങളുടെ, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, അതുപോലെ തന്നെ കാലാവസ്ഥാ പരിസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും, സാമൂഹ്യക്ഷേമം, ധനകാര്യം, അതുപോലെ അനുബന്ധമായ മന്ത്രാലയങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ മന്ത്രാലയങ്ങളും ഏത് രീതിയിലാണ് അവിടെ അപകടമുണ്ടായത്, അതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കണം, ഈ പുനർനിർമ്മാണം എങ്ങനെ നടത്തണം, അത് എത്ര കണ്ട് കാര്യക്ഷമമായി പ്രായോഗികമാക്കാനാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ഏത് രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കണം, ഇത്തരത്തിലുള്ള വിശാലമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഇപ്പോൾ വയനാട്ടിലേക്ക് നാളെ എത്തുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിദഗ്ധരടങ്ങുന്ന ഒരു സംഘമാണ്. അതിൽ ജിയോളജി വകുപ്പുണ്ട്, കാലാവസ്ഥാ വിഭാഗമുണ്ട്, സാറ്റലൈറ്റ് നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ISROയുടെ പ്രതിനിധി തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഏത് രീതിയിലാണ് കമ്മിറ്റിയുടെ ഫോർമേഷൻ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ കൃത്യമായ ഉത്തരവുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതിനെ ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം, സ്വാഭാവികമായൊരു കാലതാമസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വ്യക്തമായൊരു മറുപടി നമുക്ക് നൽകാൻ സാധിക്കാത്തത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാങ്കേതികമായൊരു പ്രശ്നം. വരും മണിക്കൂറുകളിൽ കൃത്യമായി ഏതൊക്കെ വിഭാഗങ്ങൾ ഇതിൽ കൃത്യമായി പങ്കെടുക്കും, ഏതെല്ലാം അസൈൻമെൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് എന്നീ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് വാർത്തകളായി നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്തു തന്നെയായാലും വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും, കേന്ദ്രം കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്താനിരിക്കുന്നത് വയനാടിനെ ഏറ്റവും പ്രയോജനകരമായ, പുത്തുമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആഘാതത്തിൽ നിന്ന് മോചിതരാകാത്ത വയനാടൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ആഭ്യന്തര മന്ത്രാലയം നിയോഗിക്കുന്ന സമിതി എന്നാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയം സമിതിയെ നിയോഗിക്കുന്ന ആഭ്യന്തര മന്ത്രാലയമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട നടപടികളെല്ലാം തന്നെ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതി ആദ്യമായി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ, ഇനി ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക, നാളെ ഏത് സ്ഥലത്താണ് സന്ദർശിക്കുക, അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള കൂടിക്കാഴ്ചകളാണ് നടക്കുക എന്നീ വിവരങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രതീക്ഷ നൽകുന്ന കാര്യം ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് വയനാടിനെ കേന്ദ്രം നൽകുന്ന വലിയൊരു സാമ്പത്തിക പിന്തുണ, അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന് നൽകാനിരിക്കുന്ന വലിയൊരു പിന്തുണ, വലിയൊരു ബാക്കപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിരിക്കുന്നുവെന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കാവുന്നൊരു നീക്കം തന്നെയാണ് ഈ മന്ത്രാലയ തല സംവിധാനം നാളെ വയനാട് സന്ദർശിക്കുന്നതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഐസൺ, ഏതായാലും വളരെ പെട്ടെന്ന് ഈ സംഘം വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് അനുകൂലമാകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോഴും വയനാട് ആ ദൗത്യ സംഘം അവിടുന്ന് പിൻവാങ്ങിയിട്ടില്ല. നമുക്ക് ഇനിയും 152ഓളം ആളുകളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുന്ന സാഹചര്യം, ആകെ ചെളിമയമായി കിടക്കുന്ന വയനാടിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും നമുക്ക് ആകാശ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. മാത്രമല്ല, ആ പകുതിയിലധികം ആളുകൾ, ഇപ്പോൾ ഉള്ള ആളുകൾ പോലും ഈ അപകട ഭീതി മനസ്സിൽ കണ്ടുകൊണ്ട് ഉറങ്ങാനാവാതെ കഴിയുന്ന ഒരിടം കൂടിയാണ്. ഈ പഠനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉന്നത അധികാരികളുമായി ഈ വിഷയം അവർ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒപ്പം വയനാട് പോവുകയും അവിടെ നിന്നും ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടു പോയ ഓരോരുത്തരെയും കണ്ട് മനസ്സിലാക്കുമെന്ന് കൂടിയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കാരണം ഇതിനു മുമ്പുള്ള സന്ദർശനങ്ങൾ അങ്ങനെ എടുത്താൽ പോലും. എങ്കിലും പ്രധാനമായും ഒരുപക്ഷെ 2 കാര്യങ്ങൾ ഐസൺ ചൂണ്ടിക്കാണിച്ചത്, അത് വളരെ വിശദമായി ഒന്നുകൂടി നമുക്ക് ഈ വയനാടിന് വേണ്ടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. 2 കാര്യങ്ങളിൽ, ഒന്ന്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങളിലൂടെ കടന്നുപോയാൽ വയനാടിന് ഇപ്പോഴത്തെ ഈ ദുരന്തം നേരിടുന്ന വയനാടിന് അത് സാധ്യമാണോ, അത് വിശദീകരിച്ച ശേഷം നമുക്ക് ഈ പുനരധിവാസത്തിലേക്ക് വരാം.
തീർച്ചയായും വയനാട്ടിലെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമെല്ലാം തന്നെ സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് അനുസൃതമായി തന്നെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പലതുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന വേളയിൽ ഉണ്ടാകുന്നതിന് ആ ഒരു നീക്കത്തിന് വേണ്ട പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, സാധാരണഗതിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മൾ നേരിടുമ്പോൾ കേന്ദ്ര സംഘം വരുന്നു, കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുകൊണ്ട് നമുക്ക് ഇതിനൊരു കൈത്താങ്ങ് നൽകും, ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ കൂടി തീർച്ചയായും പഠനവിധേയമാക്കേണ്ടതുണ്ട്, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഒരു പക്ഷേ സംസ്ഥാനം കൂടെ നിൽക്കുമോ എന്ന ആശങ്കയുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ നമുക്കറിയാം ഇപ്പോഴുള്ള നിയമങ്ങൾ പോലും നടപ്പാക്കുന്നതിലുള്ള അനാസ്ഥ ദുരന്തങ്ങൾക്ക് കാരണമായ പശ്ചാത്തലം കൂടി നമുക്കുണ്ട്. തീർച്ചയായും വീണ, ഈ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചെല്ലാം ഈ പുനരധിവാസം തന്നെയായിരിക്കും വലിയൊരു വെല്ലുവിളിയായി മാറുക. പുനരധിവാസം എന്ന് പറയുമ്പോൾ നിലവിൽ ഈ ഉരുൾപൊട്ടി വീട് നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അതിന് ആ പരിസരത്തുള്ളവരുടെയോ മാത്രമൊരു വിഷയമല്ല വയനാട്ടിലുള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ചെങ്കുത്തായ മലനിരകൾ ചുറ്റുപാടുമുള്ള, അതായത് വയനാട് ജില്ലയുടെ 3 ദിശകളിലും ചെങ്കുത്തായ മലനിരകളുള്ള ഉരുൾപൊട്ടൽ പ്രോൺ ഏരിയകളാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. അവിടെയെല്ലാം തന്നെ വൻതോതിൽ മനുഷ്യവാസവുമുണ്ട്. അവരെയെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിനും അവിടെ കൃഷി തുടരാൻ സാധിക്കുമെങ്കിലും അവരെ അവിടുന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള ഒരു പിന്തുണ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് റീഹാബിലിറ്റേഷൻ്റെ ഭാഗത്തായാലും അതുപോലെ തന്നെ പുനർനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി ഐസൺ.